ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 4 അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്കാണ്. അത് മാത്രമല്ല, നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഓരോന്നായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ റെസിപ്പിയിലോട്ട് പോവാം. ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നത് പാലും പഴവും കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ കാഷ്നട്ടോ ബദാമോ ഒക്കെ ചേർക്കാം. പക്ഷേ കപ്പലണ്ടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചെറുപഴമാണ്. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. പഴം ഇതുപോലെ അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പഴം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. പഴത്തിനൊക്കെ ഓൾറെഡി മധുരം ഉണ്ട്, അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 വലിയ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഹോർലിക്സ് ആണ്. ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഏതെങ്കിലും കാപ്പിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും ഇതിന്. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് പാല് തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് അതിൻ്റെ തരികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഡ്രിങ്കിന് നന്നായിട്ടുണ്ടാവും. അതുപോലെ പഴത്തിൻ്റെയും അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് കപ്പലണ്ടി താഴെ ഇട്ട് കൊടുക്കാം. ഇത് കുടിക്കുന്ന സമയത്ത് അതുകൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. മുകളിൽ ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനായിട്ട് കിട്ടില്ല ടേസ്റ്റാണ്. നമ്മുടെ സെക്കൻഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് റവയും പാലും കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല ഫുൾ ക്രീം മിൽക്കാണ്. 1 കപ്പ് 250 ml ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പിനടുത്ത് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് ഡ്രിങ്കായിട്ട് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് കട്ടിയിൽ വേണ്ട, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ പാലും പഞ്ചസാരയും കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാലൊക്കെ ഇപ്പോൾ നന്നായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മളിതിനകത്തേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത്. റവയാണ് നമ്മുടെ ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം 1.5 കപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ റവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ റവ കാച്ചിയെടുക്കുന്ന പോലെയൊക്കെ തന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതാ നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി കുറച്ചൊന്ന് കട്ടിയിലായി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ റവയുടെ തരികളൊക്കെ ആയിട്ട് അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ സാധാരണ റവ കാച്ചിയെടുക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതാ മിക്സിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ടൈഗറിൻ്റെ ഇതുപോലെ എസൻസ് ഒക്കെ വാങ്ങാൻ കിട്ടും. ഞാനിവിടെ റോസിൻ്റെ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ് എസൻസ് ആണ്. നിങ്ങളുടെ അടുത്ത് റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഏലക്കായ പൊടിച്ചതുകൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ആക്കണമെങ്കിൽ കൊക്കോ പൗഡറോ അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 2-3 ഡ്രോപ്സ് ചേർത്താൽ മതി. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുത്തൽ വരും. എന്നിട്ടിത് നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ലൈറ്റായിട്ട് ആ ഒരു റോസ് കളറുണ്ട്. പക്ഷേ എസൻസ് കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുപോലെയാണ് ഉണ്ടാവുക. റവയുടെ തരികളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ റവ വെച്ചിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാവില്ല.
അത്ര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഇതാണ് നമ്മുടെ തേർഡ് ഡ്രിങ്ക്. പാലും ബിസ്ക്കറ്റും കൂടെ വെച്ചിട്ട് കോഫി ഫ്ലേവറിലൊരു ഡ്രിങ്കാണ്. നമ്മൾ ഈ ഡ്രിങ്ക് ഒരു കോഫി ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ വേണം. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള 2 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. നെസ്കഫയോ ബ്രൂവോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു വലിയ സ്പൂണിനൊരു 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചിട്ടുള്ള പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 1.5 കപ്പ് പാലുണ്ട്. ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയിൽ കിട്ടും. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്, ഞാനിവിടെ ഒരു ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഡയറി മിൽക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കോഫി ഫ്ലേവറിൽ മാത്രം ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ബിസ്ക്കറ്റാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചേർക്കാം. അതൊരു 6 മുതൽ 8 എണ്ണമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സാധാരണ മാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലാതെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പം നല്ല ചോക്ലേറ്റ് ഫ്ലേവറിൽ കിട്ടും നമുക്ക്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ കോൾഡ് കോഫിയൊക്കെ അടിക്കുന്ന പോലെ നന്നായിട്ട് പതഞ്ഞ് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇതിനകത്തേക്ക് പ്രത്യേക ഐസ്ക്രീമോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ നന്നായി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ കോഫിയുടെ ഫ്ലേവറും ചെറുതായിട്ടൊരു ചോക്ലേറ്റ് ഫ്ലേവറും ഒക്കെ ഉണ്ട്. പിന്നെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇതും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഗ്ലാസ്സിൽ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പതഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. ശരിക്കും നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. ശരിക്കും നമ്മൾ കോൾഡ് കോഫി കുടിക്കണ പോലെ, പക്ഷെ അതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഐസ്ക്രീം ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് 4ാമത്തെ ഡ്രിങ്ക് എങ്ങനെയാണെന്ന് നോക്കാം. പാലും ഗോതമ്പൊടിയും കൂടെ വെച്ചിട്ടുള്ള ഡ്രിങ്കാണ്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ ഒക്കെ ഒരു അളവ് നമ്മൾ എടുക്കുന്ന പാലിൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് പാലിലേക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള പാലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഐസ്ക്രീം ഒന്നും റെഡിയാക്കുന്ന പോലെയല്ല, നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ 5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് മധുരം കൂടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ആദ്യം തന്നെ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടിയുടെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചേർക്കുമ്പോൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാവും. അപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം ആ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറി അതൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് തിക്കായി വരാനായിട്ട് തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആ ഒരു വെള്ള കളറൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കുങ്കുമപ്പൂ വേണമെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും എസൻസൊക്കെ കളറുള്ള എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നന്നായി തിളച്ച് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എസൻസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിതുപോലെ പല എസൻസ് ഒക്കെ കിട്ടില്ലേ, മാംഗോ, സ്ട്രോബെറി. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊരു 2 തുള്ളി ഇട്ടിട്ട് അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഏലക്കായ ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലൂസായിട്ട് കിട്ടും നമുക്കിത്, കാരണം നമ്മളൊരു ഡ്രിങ്ക് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടിയില്ലാതെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഉള്ളത്, കണ്ടില്ലേ? നമുക്ക് ശരിക്കും വലിച്ചു കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കാരണം ചെറുതായിട്ട് ആ വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഗോതമ്പ് പൊടിയുടെ ഒട്ടും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതിന്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാതളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചെറുതായിട്ട് നമുക്ക് കുടിക്കുന്ന സമയത്ത് കടിക്കാനും കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കുക കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ നമുക്ക് വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാനും പറ്റും. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് അടിച്ചുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കുറച്ചുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഫ്ലേവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേറൊരു കളറിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ 4 ഡ്രിങ്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്